ഇന്റലിജൻസ് നമ്മുടെ കുർത്തി വീഡിയോയിൽ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതായത് ഓവർകോട്ട് വരുന്ന പാറ്റേണിൽ അതിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന ഐറ്റം ആണ്. നമുക്ക് അകത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാന്തിനി പാറ്റേണിൽ ഒരു പ്രിന്റ്, ഫ്രണ്ട് പോർഷനിൽ എലാസ്റ്റിക് ടൈപ്പ് ലൈക്രയുടെ വന്നില്ലേ ആ ഒരു പാറ്റേണിൽ എലാസ്റ്റിക് ടൈപ്പ് ഡിസൈനാണ് പോയിരിക്കുന്നത്. ഭയങ്കര രസമാട്ടോ ഇട്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നോക്കിയാൽ മതി, പാർട്ടി വെയർ കൺസെപ്റ്റ് തന്നെ ഇടാൻ പറ്റും. ഇത് അല്ലാതാണെങ്കിലും പിള്ളേർ സെറ്റിനൊക്കെ നമുക്ക് ഇത് ടോപ്പ് തന്നെയായിട്ട് ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇടാനാണെങ്കിലും നല്ലതാട്ടോ. ഇതുപോലെ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യും. സൈസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേനും ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന 38 തന്നെയാണ്. കറക്റ്റായിട്ട് ഇവിടം കൊണ്ട് കറക്റ്റ് ഫിറ്റിങ്സ് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള നല്ല ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. താഴത്തോട്ട് ഇതാണേലും ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്കിടാനും നല്ലതാണ്. ഇതുപോലെ ഒരു പ്ലീറ്റഡ് ടൈപ്പ് ഐറ്റം ആണ്. താഴെ വശത്ത് എക്സ്ട്രാ ഒരു പീസ് പോലെ വന്നേക്കുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നർ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ടൈഡ് പാറ്റേണിൽ ഡിസൈൻ പോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വന്നേക്കുന്ന ആ ഒരു കോട്ടാണ് മെയിൻ അട്രാക്ഷൻ. കാരണം ഫുള്ള് വർക്കാട്ടോ, കയ്യിലാണ് ഫുൾ അക്കോവ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് നമ്മുടെ ആ ഒരു മെയിൻ ഡിസൈനിൻ്റെ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കറക്റ്റാട്ടോ, ഫിറ്റിങ്സൊക്കെ ഒരു ഇതുപോലും മാറ്റമില്ല. മീഡിയം ഏത് സൈസ് യൂസ് ചെയ്യുന്നവരാണോ അത് തന്നെ എടുത്താൽ മതി. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ ഇറക്കിയേക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് എപ്പോഴും കൊണ്ടുവന്നാലും ട്രെൻഡ് അങ്ങനെ പോവുകയേ ഇല്ലാത്തൊരു ഐറ്റമാണ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ കൊണ്ടുവന്നായിരുന്നു. അതിനും നല്ല റെസ്പോൺസ് കിട്ടിയൊരു പ്രോഡക്റ്റ്. അതിൽ തന്നെ അക്കോബ വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്ക് കൂടെ ചെയ്തിട്ടുള്ള പാറ്റേണിൽ നമ്മൾ ഇറക്കിയതാണ്. ഇതും കൂടിയ മെറ്റീരിയൽ കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് പോർഷനിലാണ് അക്കോബ വരുന്നത്. ബാക്ക് സൈഡിൽ സിഗ്സാഗിൻ്റെ പാറ്റേൺ സെയിം മെറ്റീരിയൽ തന്നെ, അക്കോബ ഡിസൈൻ അല്ലെന്നുള്ളതേ ഉള്ളൂ. കൈക്ക് അക്കോബ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡ് ബോർഡേഴ്സ് കയ്യിലും എല്ലാം ആ ഒരു എംബ്രോയ്ഡറിയുടെ നമ്മുടെ ഇന്നറിൻ്റെ കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. പാർട്ടി വെയർ ആയിട്ട് വെറൈറ്റി ആയിട്ട് നിൽക്കും. ഒരു 2000 ബിലോ റേഞ്ചിലാണ്, പക്ഷേ അത്ര അതിൻ്റെ എടുപ്പ് അത്രയും ഉണ്ട്. ഏത് നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ക്രീം ആ ഒരു തീമിലൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇന്നറിൻ്റെ കളർ മാത്രമേ മാറ്റുള്ളൂ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സൈസസ് മീഡിയം, ലാർജ്, XL, XXL കൊടുത്തേക്കാം. കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ ആ പോർഷൻ വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 344, റേറ്റ് 1960 ആണ്, 1960.